സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, സ്വർഗം നേടുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ പലപ്പോഴും വലിയ കാരണങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് നയിക്കുക എന്ന് നാം കരുതുന്നു. യാഥാർത്ഥ്യത്തിൽ ചെറിയതെന്ന് തോന്നുന്ന നിരവധി നല്ല അമലുകൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. ഇന്ന് അത്തരം 20 അമലുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് 5 നേരത്തെ നിസ്കാരമാണ്. കൃത്യസമയത്ത് നിർവഹിക്കുക. ഇത് ഓരോ മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. നിസ്കാരം അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാവുകയും സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യുന്നു എന്ന്. 2. ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷവും ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്ർ സ്ഥിരമായി ചൊല്ലുന്നത് വലിയ പ്രതിഫലമുള്ള അമലുകളാണ്. നിസ്കാരം കഴിഞ്ഞ ശേഷം ഈ 3 ദിക്റുകളും 33 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. മൂന്നാമത്തത് ദിവസവും ഖുർആനിൽ നിന്നും കുറച്ചെങ്കിലും ഓതുക എന്നത്. ഒരു ആയത്ത് മാത്രമാണെങ്കിലും സ്ഥിരമായി ഓതുന്നത് ശീലം ജീവിതത്തെ അനുഗ്രഹീതമാക്കുന്നു എന്ന്. 4. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് അധികമായി ചൊല്ലുന്നത് പാപമോചനത്തിനും സമാധാനത്തിനും കാരണമാകുന്നു എന്ന്. 5. പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. ഒരു സ്വലാത്തിന് അള്ളാഹു 10 അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ നാം സ്വയം ചിന്തിക്കാനുള്ളതേ ഉള്ളൂ, ഒരു 100 സ്വലാത്തിൽ, ഒരു 50 സ്വലാത്തിൽ എത്രത്തോളം അമലുകൾ അള്ളാഹു അനുഗ്രഹമാണ് നമുക്ക് നൽകുന്നത് എന്നത്. സ്വലാത്ത് ചൊല്ലുന്നത് വഴി നമ്മുടെ ടെൻഷനും പ്രയാസങ്ങളൊക്കെ മാറുകയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലൊന്ന് ആഗ്രഹിച്ചാൽ മതി, ആ ആഗ്രഹം വരെ സാധിച്ചു കിട്ടുന്ന അത്രത്തോളം പവറുള്ള ഒന്ന് തന്നെയാണ് സ്വലാത്ത്. ഒരു ആയുധമാണ് സ്വലാത്ത്. അതുകൊണ്ട് മുഹിബീങ്ങളെ, സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്ന ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ അതുമാത്രമേ ഉള്ളൂ. 6. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്നത്. 7. ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക. 8. പുഞ്ചിരിയോടെ സംസാരിക്കുക. 9. സലാം പ്രചരിപ്പിക്കുക. 10. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. 11. വെള്ളം നൽകുക. 12. സദഖ ചെയ്യുക, ചെറിയ തുകയാണെങ്കിലും. 13. രോഗികളെ സന്ദർശിക്കുക. 14. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക. 15. കോപം നിയന്ത്രിക്കുക. 16. നല്ല വാക്കുകൾ മാത്രം പറയുക. 17. അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക. 18. എല്ലാ ജോലിയിലും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ചെയ്യുക. 19. എല്ലാ ദിവസവും തൗബ ചെയ്യുക. 20. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്നും രക്ഷ തേടുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്, ഈ 20 അമലുകൾ എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നില്ല. പക്ഷേ ഇന്ന് മുതൽ ഒരമലെങ്കിലും ആരംഭിച്ചാൽ നാളെ മറ്റൊന്ന് കൂടി ചേർക്കാം. ചെറിയ നല്ല പ്രവൃത്തികൾ സ്ഥിരമായി ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. ഇൻഷാ അല്ലാഹ്, ഈ 20 അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അള്ളാഹുവിനോട് ഹംദ് പറയണം, ശുക്ർ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് ആരംഭിക്കുക. ഇതെല്ലാം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ അർഹരാക്കട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഹിബീങ്ങളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.